മത്സരം നടക്കുന്നത് ഞങ്ങളുടെ മണ്ണിലാണ്. ഞങ്ങൾക്ക് ചാമ്പ്യൻസ് ലീഗിൽ തുടരേണ്ടതുണ്ട്. ഫൈനലാണ് ലക്ഷ്യം. ഞങ്ങളെ മറികടക്കുക അത് പ്രയാസം തന്നെയായിരിക്കും. ഈ വാക്കുകൾ പറയുമ്പോഴും പക്ഷേ ചരിത്രം വീണ്ടും ആവർത്തിക്കുവാൻ കാത്തിരിക്കുകയായിരുന്നുവെന്ന് സിമിയോണിക്കും കൂട്ടർക്കും അറിയില്ലായിരുന്നു. മത്സരശേഷം അത്ലറ്റിക്കോ മാൻഡ്രിഡ് ആരാധകരുടെ കുപ്പിയേറുണ്ടായിരുന്നു. സിമിയോണിയുടെ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണീരൊളിപ്പിച്ചുകൊണ്ടുള്ള ഉത്തേജക നിമിഷങ്ങളുണ്ടായിരുന്നു. എങ്ങും നിശബ്ദത വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. എങ്ങും കൂട്ടക്കരച്ചിലുണ്ടായിരുന്നു. മാൻഡ്രിഡ് നഗരത്തിലെ മെട്രോപൊളിറ്റാന മൈതാനത്ത് ശ്മശാനഭൂതയിൽ വിനീഷ്യസ് ജൂനിയർ തങ്ങളുടെ ജേഴ്സി വിരിച്ചിട്ട് കൊണ്ട് പറയുന്നുണ്ട്, മാൻഡ്രിഡ് ഈസ് ഓൾവേസ് വൈറ്റ് എന്ന്. അത് സിമിയോണി അന്നേ വരെ നേരിട്ടുകൊണ്ടിരുന്ന ദുരന്തകഥ വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെടുന്നു. റയൽ മാൻഡ്രിഡ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു. തോൽക്കുമെന്ന് കരുതിയവരും അത് കണ്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ചവർക്കും ഇനി സുഖമായി ഉറങ്ങാം. ഇനി ഗാലറിയിലിരുന്ന് കളി കാണാം. കാരണം ഇത് ചാമ്പ്യൻസ് ലീഗാണ്. ഇത് അവരുടെ ലീഗാണ്. ഇവിടെ ഒരു രാജാക്കന്മാരേ ഉള്ളൂ. അത് റയൽ മാൻഡ്രിഡ് എന്ന വൈറ്റ് ഡെവിൾസ് തന്നെയാണ്. ആദ്യ പാദത്തിലെ ലീഡിനെ ഒരു മിനിറ്റ് തികയും മുമ്പ് അത്ലറ്റിക്കോ മാൻഡ്രിഡ് മറുപടി നൽകുന്നിടത്ത് സിമിയോണിയുടെ വാക്കുകൾ സത്യമാകുകയായിരുന്നു. അവരുടെ ആരാധകർ അത് വിശ്വസിച്ചു. പിന്നീടുള്ള അവരുടെ കളി കണ്ടപ്പോൾ അവരത് ഉറപ്പിച്ച് കഴിഞ്ഞതാണ്. പക്ഷേ റയൽ മാൻഡ്രിഡ് ഇതെല്ലാം എത്ര കണ്ടിട്ടുണ്ടായിരിക്കും? അവർക്ക് ഈ വേദികളിൽ എത്രയെത്ര കഥകൾ അതേക്കുറിച്ച് പറയാനുണ്ടായിരിക്കും. രണ്ടാം പകുതിയിലും കാര്യമായും എന്തെങ്കിലും ചെയ്തുവെന്ന് റയൽ മാൻഡ്രിഡിന് അവകാശപ്പെടാനുണ്ടായിരുന്നില്ല. എന്നാൽ സിമിയോണിയുടെ സംഘം കോട്ടാവയെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. മത്സരത്തിൻ്റെ 70 മിനിറ്റിന് ശേഷം എംപാബയെ തടയാൻ ശ്രമിക്കുന്ന അത്ലറ്റിക്കോ മാൻഡ്രിഡിന് പെനാൽറ്റി വില്ലനായി വരുന്നുണ്ട്. അതെടുക്കുവാൻ വിനീഷ്യസ് തയ്യാറെടുക്കുന്നുമുണ്ട്. അത് ഗോളായി കഴിഞ്ഞാൽ ഈ ചാമ്പ്യൻസ് ലീഗിൽ മുന്നോട്ട് ഒരു മാൻഡ്രിഡ് മാത്രമേ അവശേഷിക്കുകയുള്ളൂ. ചുറ്റും പ്രാർത്ഥനയുണ്ടായിരുന്നു. ഒരു കൂട്ടർ ഗോളാകുവാനും മറ്റൊരു കൂട്ടർ അത് ഗോളാവാതിരിക്കുവാനും. ഒടുക്കം അത്ലറ്റിക്കോയുടെ ആരാധകരുടെ പ്രാർത്ഥന ഫലിക്കുകയായിരുന്നു. വിനിയുടെ കിക്ക് പിഴച്ച് പുറത്തേക്ക് പോകുന്നുണ്ട്. അതൊരു സൂചനയായി അത്ലറ്റിക്കോ മാൻഡ്രിഡ് ആരാധകർ വിശ്വസിച്ചു. ഈ മത്സരം തങ്ങൾക്ക് അനുകൂലമാണെന്ന് അവർ കരുതിയിരുന്നു. 90 മിനിറ്റും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലെ പോരാട്ടവും കഴിഞ്ഞ് മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക്. അവിടെ തങ്ങളുടെ ഓരോ ഊഴം ഫലിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. റയലിനെ പുറത്താക്കി ക്വാർട്ടറും സെമിയും കടന്ന് ഫൈനലിലേക്ക് എത്തുന്നതുവരെ അവർ സ്വപ്നം കണ്ടിരിക്കാം. എന്നാൽ എതിരാളികളുടെ വിശ്വാസങ്ങൾക്ക് മുകളിൽ അശ്ലീതി പടർത്തുകയാണല്ലോ എക്കാലത്തും റയൽ മാൻഡ്രിഡിൻ്റെ ശീലം. ചാമ്പ്യൻസ് ലീഗിലെ എല്ലാ വിജയങ്ങൾക്ക് പുറകിലും എതിരാളികളുടെ ഉള്ളു പൊള്ളിക്കുന്ന ചില നിമിഷങ്ങൾ അങ്ങനെ പതുങ്ങിയിരിക്കുന്നുണ്ടാകും. ഷൂട്ടൗട്ടിൽ ആദ്യ കിക്കുകൾ ഇരു ടീമുകളും ലക്ഷ്യം കാണുമ്പോൾ അത്ലറ്റിക്കോ മാൻഡ്രിഡിൻ്റെ രണ്ടാം ഗോൾ വിവാദമാകുന്നുണ്ട്. ജൂലിയൻ അൽവാരസിൻ്റെ ഡബിൾ ടച്ച് പെനാൽറ്റി വാർ അടിസ്ഥാനത്തിൽ ഡിസലോ ചെയ്യുന്നു. ഒരുപക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റയൽ വിജയിക്കുന്നതെങ്കിൽ പിന്നീടത് വലിയ വിവാദത്തിന് വഴിവെക്കുമെന്ന കാര്യം ഉറപ്പായിരുന്നു. എന്നാൽ തുടർ പെനാൽറ്റികളിൽ മാൻഡ്രിഡിൻ്റെ വാസ്കസിൻ്റെ പെനാൽറ്റി കിക്ക് ഒബ്ലാക്ക് തടഞ്ഞിരുന്നതോടുകൂടി അത് കോമ്പൻസേറ്റീവാകുന്നുണ്ട്. എന്നാൽ ഷൂട്ടൗട്ടിലെ അത്ലറ്റിക്കോയുടെ 4ാം കിക്ക് ക്രോസ് ബാറിലടിച്ച് പുറത്തേക്ക് പോകുന്നു. അതോടുകൂടി ആ മൈതാനത്തിലെ ഒരു കൂട്ടം ആരാധകർ നിശബ്ദതയിലാണ്. ഒടുക്കം റൂഡിഗറിനടുത്ത് ആ വിജയം ഉറപ്പിക്കാനുള്ള അവസരമെത്തി. അയാളത് കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. അത് വിശ്വാസങ്ങൾക്ക് മുകളിൽ റയൽ മാൻഡ്രിഡ് തങ്ങളുടെ മെൻറ്റാലിറ്റി കൊണ്ട് ഉത്തരം നൽകുകയായിരുന്നു. അത്ലറ്റിക്കോ മാൻഡ്രിഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റയൽ മാൻഡ്രിഡ് ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇനി പലർക്കും എന്തും അവകാശപ്പെടാം. ഇരവാദം മുഴക്കിക്കൊണ്ടേയിരിക്കാം. റയൽ മാൻഡ്രിഡ് കളിച്ചിട്ടില്ല എന്നും അത്ലറ്റിക്കോ പൊരുതി വീണുമെന്നും പറഞ്ഞു നടക്കാം. കളി കാണാതെ ഹൈലൈറ്റ്സ് മാത്രം കണ്ടിരിക്കുന്നവർക്ക് ആ കഥ പ്രചരിപ്പിക്കുകയും ചെയ്യാം. എന്നാൽ റയൽ മാൻഡ്രിഡിൻ്റെ ഇന്നേ വരെയുള്ള ചരിത്രമൊന്ന് പരിശോധിക്കുന്നത് നല്ലതാകും. അവർക്ക് ആരോട് എങ്ങനെ എപ്പോഴെന്നെല്ലാം കൃത്യമായ ഒരു ധാരണയുണ്ട്. കൃത്യമായ പ്ലാനുകളുണ്ട്. അവിടെ കളിയുടെ ഗതിയും നിയമവും അവർ തിരുത്തിക്കൊണ്ടേയിരിക്കും. പുതിയതിനോടും പഴയതിനോടും ശക്തിയുള്ളവരോടും ബലഹീനതയുള്ളവനെയും എങ്ങനെ നേരിടണമെന്ന് അവർക്കറിയാം. കാലാകാലങ്ങളായി സാഹചര്യങ്ങൾക്കനുസരിച്ച് കളിക്കുക എന്ന മെൻറ്റാലിറ്റി തന്നെയാണ് റയൽ മാൻഡ്രിഡിൻ്റെ എക്കാലത്തെയും ആയുധം. മത്സരശേഷം സിമിയോണിയുടെ ഒരു പ്രകടനമുണ്ടായിരുന്നു. യുദ്ധം പൊരുതി തോറ്റു വീണു പോയതുപോലെ. പക്ഷേ
കണ്ണീരുള്ളിലൊതുക്കി തൻ്റെ സൈന്യത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു സേനാധിപതിയെ പോലെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. അയാളുടെ ഉള്ളിൽ ഇപ്പോഴും നീറിപ്പുകയുന്നുണ്ട്. ഇതുകൊണ്ട് മാത്രമല്ല, പലതും നിരന്തരം തന്നെ ഇപ്പോഴും വേട്ടയാടാൻ എത്തുന്നതുകൊണ്ട് ഓരോ വട്ടവും ഇവന്മാർക്ക് മുന്നിൽ തോൽക്കുമ്പോൾ അത് ഓർത്തെടുക്കേണ്ടി വരുമെന്ന് ഓർത്തുകൊണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് ഒരു നല്ല ടീം തന്നെയാണ്. എന്നാൽ അഹങ്കാരത്തിൻ്റെ ഹുങ്കും വെല്ലുവിളിയും അമിതവിശ്വാസവും അതെല്ലാം അടക്കുവാൻ കെൽപ്പുള്ളവർക്ക് മുന്നിൽ ഒരിക്കലും ഉയർത്തരുത്. ഇന്ന് മാഡ്രിഡ് നഗരത്തിൽ ഒന്ന് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ രക്തത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് അവർ അത് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇന്ന് ചാമ്പ്യൻസ് ലീഗിൻ്റെ മത്സരവേദിയിൽ ഒരു മാഡ്രിഡ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് റയൽ മാഡ്രിഡ് മാത്രമാണ്. വി ആർ സ്റ്റിൽ സ്റ്റേയിങ് ഹിയർ ബിക്കോസ് ദിസ് ഈസ് റയൽ